എൻ്റെ പേര് അജേഷ് കെ സി, എറണാകുളമാണ് വീട്. ട്രേഡിംഗ് മാസ്റ്റർ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. നമ്മളിപ്പോൾ ഒരു സെൽ എൻട്രി ആണ് കേട്ടോ നോക്കുന്നത്. അതിനുള്ള സാധ്യത വരുമ്പോൾ എൻട്രി എടുക്കാം. ഇതിപ്പോൾ 17-ാം തീയതി 18, 19 നമ്മളെടുത്ത ട്രേഡുകളാണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ പ്രോഫിറ്റ് $1003. ചെറിയൊരു സ്കാൽപ്പിങ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു സ്കാൽപ്പിംഗ് ആണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇതിനെപ്പറ്റി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം പിന്നീട്. ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതികളാണ് ഇതെല്ലാം. MT5 ആണ് നമ്മൾ പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ചെറിയ പോയിന്റിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി, ഞാനധികം സ്കാൽപ്പിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. പ്രോഫിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഏകദേശം $17, $18 എന്താ ചെറിയ ഇതിന് വേണ്ടി. സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് പിന്മാറുക എന്നുള്ളതേ ഉള്ളൂ. കണ്ട $20. ഓക്കെ, കണ്ട $20 ഇപ്പോൾ നമ്മൾ എടുത്തതാണ്. ഇങ്ങനെ ട്രേഡിങ് നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നമ്മൾ ട്രേഡിങ്ങിനെ ഭയക്കുകയും വേണ്ട. എന്തിനാണ് ഭയക്കണത്? പക്ഷേ ട്രേഡിങ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി, ഇപ്പോൾ ഞാൻ എൻട്രി എടുത്ത് കണ്ട, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ചെറിയൊരു സ്കാൽപ്പ്, എനിക്കത് 100% ഉറപ്പാണത് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ എൻട്രി എടുത്തത്. നമ്മളങ്ങനെ 100% 100 പോട്ടെ, 99% ഉറപ്പുള്ള എൻട്രികൾ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പം നമുക്കത് നല്ലൊരു വിജയത്തിലേക്ക് മാറും. നിങ്ങൾ തന്നെ നോക്കി, എനിക്ക് എൻ്റെ ഇത് കണ്ടോ, ഇന്നാകെ ഒരു $163 ഇന്നലെ നഷ്ടം വന്ന്, ഒരു $67 ഇന്നും വന്നിട്ടുണ്ട്. പക്ഷേ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ദിവസം കൊണ്ട് $1022 ഉണ്ട്. ഇനി അടുത്തതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്കാൽപ്പിംഗ് ആദ്യം കാണിച്ചു തരാം. അതിന് കൃത്യമായ കാര്യങ്ങളൊന്നും ഇങ്ങനെ നമുക്ക് പറയാൻ നിയമവശങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പഠനാവശ്യത്തിനായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. MT5 എൻട്രി എടുക്കാനൊക്കെ വളരെ സുഖമാണ് നമുക്ക്.
സ്കാൽപ്പിംഗ് ആണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. നമുക്ക് പറ്റുന്ന രീതി 100% ഉറപ്പ് വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നാൽ നിമിഷം എടുക്കും. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് എൻട്രി സാധ്യത ഇപ്പം കിട്ടിയില്ല, ഇനി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എൻട്രി എടുക്കാൻ പോണേ കേട്ടോ. എൻട്രി എടുത്ത് പ്രോഫിറ്റാണ്, ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയുള്ള രീതിയാണ് ഇതല്ല. ഇതൊന്നും വലിയ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഞാൻ ജസ്റ്റ് നമ്മൾ ഈ ചാർട്ട് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ വലിയ എൻട്രിക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കൂലേ. ഇപ്പം എൻ്റെ മനസ്സിലൊരു വലിയൊരു എൻട്രിക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പം നമുക്ക് ബോറടി മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ പോയിൻ്റൊക്കെ നമ്മൾ നേടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്, സമയം പോകും ട്രേഡിങ്ങിൽ. ഇതിപ്പോൾ ഏകദേശം ഒരു $50 നമുക്ക് കിട്ടും, ഇത് പ്രോഫിറ്റ് കിട്ടും. 100 ആണത്. ഒരുപാട് സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാടിനായിട്ട് കാത്തിരിക്കേണ്ടത്. നമുക്ക് ചെറിയ പോയിൻ്റ് എടുത്തിട്ട് പിന്മാറുക എന്നുള്ളത്. ഇപ്പോൾ എത്ര ഡോളറായി? 4.4. സാരല്ല, വെറുതെ സമയം പോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ സ്കാൽപ്പിങ്ങിലും നമുക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. സ്കാൽപ്പിംഗ് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. നമുക്ക് ഇതൊന്നും നമുക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ താഴത്തേക്കുള്ള വലിയ എൻട്രി കിട്ടുന്ന ഏരിയ അല്ല. അതിനുവേണ്ടി നമ്മൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തുമ്പോൾ മാത്രമേ അതിനുവേണ്ടി ശ്രമിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഇങ്ങനെ സമയം പോകാൻ വേണ്ടി നമുക്ക് ചാർട്ടിൽ നോക്കിയിരിക്കുമ്പോൾ ബോറടി മാറ്റാൻ വേണ്ടിയുമാണ് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നത്. മാർക്കറ്റ് പെട്ടെന്നാണ് മാറിയത്. ഞാൻ ഏകദേശം $33 കണ്ടപ്പോഴാണ് ബുക്ക് ചെയ്തത്. പെട്ടെന്ന് അത് $4 മാറി. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ സമയം പോകാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് അതൊരു വിഷയമല്ല. നമ്മളുടെ എൻട്രി നമ്മൾ കണ്ടെത്തിയേക്കണ വലിയൊരു എൻട്രിയാണ്, അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സമയം പോകാൻ വേണ്ടി നമുക്ക് ഉറപ്പുള്ള ട്രേഡുകൾ സ്കാൽപ്പിങ് ചെയ്യും. ഉറപ്പുള്ളത് മാത്രമല്ല, അത് ചെയ്യൂല, ഉറപ്പുള്ളത് എടുക്കും. നിങ്ങളെന്നെ ഫോളോ ചെയ്യാൻ മറക്കരുതും. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാനായിട്ട് ഞാൻ വീഡിയോയും ഇടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ളൂ എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്, പക്ഷേ വിജയിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ട്രേഡിംഗ് ആണെങ്കിലും എന്തിലാണെങ്കിലും. പക്ഷേ എനിക്ക് ഉള്ള ഗുണങ്ങളെന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ഇപ്പോൾ ട്രേഡിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ലോസ് വരുത്താണ്ട് ശ്രമിക്കില്ല. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് ചെയ്യണത്. അപ്പോൾ നമുക്കത് നഷ്ടം വരുത്താനായിട്ടുള്ള ഒരാഗ്രഹമൊന്നും വരില്ല നമുക്ക്. നിങ്ങളും അങ്ങനെയൊക്കെ ഒന്ന് പരിശ്രമിച്ച് ചോദിക്കൂ. നിങ്ങളൊരു ചലഞ്ച് എടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു 50,000 ക്യാപിറ്റലിൽ നിങ്ങൾ ഒരു വരുന്ന 30 ദിവസത്തിനുള്ളിൽ 50,000 1 lakh ആക്കും എന്നുള്ളൊരു ചലഞ്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു യൂട്യൂബ് തുടങ്ങിയിട്ട് ലൈവായിട്ട് വീഡിയോ ഇടുക, ലൈവായിട്ട് ട്രേഡ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒരു ചലഞ്ചാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവും. ഓവർ ട്രേഡിങ്ങിലേക്ക് പോകില്ല. നിങ്ങൾ ചലഞ്ചാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഓവർ ട്രേഡിങ്ങിലേക്ക് പോകാൻ പറ്റില്ല. കൃത്യമായ പ്രോഫിറ്റുകൾ വരുമ്പോൾ എൻട്രി വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇതിൽ ട്രേഡ് എടുക്കുകയുള്ളൂ. അങ്ങനെ കുറേ ഗുണങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അതൊരു വലിയൊരു കാര്യമാണ്. നിങ്ങളൊന്ന്
ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ വീഡിയോക്ക് വലിയ എല്ലാവരെയും ഇങ്ങനെ മോഹിപ്പിക്കുന്ന, ഇങ്ങനെ രസിപ്പിച്ചിരുത്തുന്ന സംസാരങ്ങളോ അല്ലെങ്കിൽ ഭയങ്കര തിളക്കമുള്ള ക്ലാരിറ്റിയുള്ള വീഡിയോകളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ അതുറപ്പാണ്. അടുത്ത സ്കാൽപ്പിങ്ങിനുള്ളത് കണ്ടോട്ടോ നിങ്ങൾ. ഓക്കെ, ചെറിയ പോയിൻ്റ് സ്കാൽപ്പിംഗ് കേട്ടോ, ഞാനതാണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു സ്കാൽപ്പിങ് ചെയ്യുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അത് നഷ്ടങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണ വരെ ഒന്ന് സമയം പോകണം, അതിന് വേണ്ടിയുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, 100% ഉറപ്പുള്ളത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അതിൽ 100% ഉറപ്പാണത്. ഒരു രൂപ പോലും നഷ്ടം വരില്ല, അതിന് ഞാൻ ഇട കൊടുക്കില്ല. സ്കാൽപ്പിങ് നമ്മൾ ചെറിയ പ്രോഫിറ്റിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ ഒരു $20 മതി. ഓക്കെ, വേണ്ട $29. ഞാൻ സ്കാൽപ്പിംഗ് അല്ല കേട്ടോ എൻ്റെ രീതി സ്കാൽപ്പിങ്ങിന് വേണ്ടി ഞാൻ ഇങ്ങനെ സമയം പോകുമ്പോൾ, അതായത് നിങ്ങളോടും പറഞ്ഞു, നമ്മൾ എൻട്രിക്കുള്ള എവിടെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് എന്ന് നമ്മൾ ഉദ്ദേശിച്ച് വെക്കുക. എന്നിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിന് ശേഷം നമുക്ക് 100% ഉറപ്പുള്ള എൻട്രികൾ സ്കാൽപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ ചെറിയ ചെറിയ പോയിന്റുകൾ കണ്ട് ഇപ്പോൾ തന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ 11 മിനിറ്റ്. ഇപ്പോൾ ഈ വീഡിയോ തുടങ്ങിയിട്ട് ഏകദേശം 13 മിനിറ്റ് ആയി തോന്നുന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ ആ 13 മിനിറ്റ് കൊണ്ട് നമുക്കവിടെ 20, 30, 50, $53 നമുക്ക് കിട്ടിയില്ലേ. ചെറിയ ചെറിയ രീതികളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് സമയവും പോവും. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എൻട്രിയൊക്കെ എടുക്കാനുള്ളൊരു മനസ്സിനുള്ള തീരുമാനങ്ങളൊക്കെ കിട്ടും. അവിടെയും നമുക്ക് വെയിറ്റ് ചെയ്ത് എൻട്രി എടുക്കാൻ പറ്റും. ചാടി കയറി എൻട്രി എടുക്കില്ല. എന്നിട്ട് അതിനിപ്പുറം നമ്മൾ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണേണല്ലോ. അപ്പോൾ നമുക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. സ്റ്റോപ്പ് ലോസും നമുക്കതനുസരിച്ച്, ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, എനിക്ക് വലിയ എൻട്രിക്ക് വരുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കും. ഞാൻ എടുക്കുന്ന പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് ഈ ചെറിയ പോയിൻ്റൊക്കെ. അപ്പോൾ ഈ ചെറിയ പോയിന്റുകളൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ഞാൻ ഒരു ടെൻഷൻ ഇല്ലാണ്ടിട്ട് പിന്നെ വലിയ എൻട്രി എടുക്കും. വലിയ എൻട്രി എടുക്കാൻ നേരം ഞാൻ മൊബൈലൊന്നും നോക്കിയിരിക്കില്ല. ഞാൻ അപ്പോൾ തന്നെ എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് മൊബൈലും വെച്ച് ഇപ്പോൾ വീട്ടിലെ കുട്ടികളുടെ ഒപ്പോൾ വർത്തമാനം പറഞ്ഞ് അല്ലെങ്കിൽ ടി വിയും കണ്ടൊക്കെ അവിടെ ഇരിക്കും. പിന്നെ എനിക്ക് ടെൻഷനില്ല, എനിക്ക് നഷ്ടപ്പെടാൻ പിന്നെ ഒന്നുമില്ല. ഞാൻ ചെറിയ ഈ സ്കാൽപ്പ് ചെയ്തൊക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസിനുള്ള ഫണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടെൻഷൻ അടിക്കുന്നത്. പക്ഷേ ഞാൻ എടുക്കുന്നത് 99%, 100% സക്സസ് ആണ്. തോക്കൂലെന്നുള്ളത് എനിക്ക് ഉറപ്പാണത്. നിങ്ങൾക്ക് വേണ്ടി അടുത്ത സ്കാൽപ്പിങ്ങിനുള്ള വഴി കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾക്ക് കൂടി പഠിക്കാനാണ് കേട്ടോ ഇത് കാണിക്കുന്നത്.
ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിച്ച് ചെയ്യാൻ പാടില്ല. റിലാക്സ് ആയിട്ടിരുന്ന് സന്തോഷത്തോടെ നമ്മൾ പഠിക്കണം കേട്ടോ, പഠിക്കാണ്ട് ചെയ്യരുതും, പഠിച്ചിരിക്കണം ചെയ്ത്. ഞാൻ പറഞ്ഞ ഒരു അക്കാഡമി പോയി പഠിക്കാനല്ല പറഞ്ഞത്, നമ്മൾ തന്നെ ചെയ്ത് പഠിക്കണം. ഇത് നമ്മുടെ അടുത്ത സ്കാൽപ്പിംഗ് പനി കേട്ടോ. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ചൂണ്ടയിട്ട് മീനെ പിടിക്കണ പോലെയാണ്. നമുക്ക് എന്താണ് 20 പോയിൻ്റ് ഇതിൽ കിട്ടിയിരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നമുക്കൊരു 20 പോയിൻ്റ് അത് മതി. 20 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ $20. ഓക്കെ, കണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ട എത്ര $21. അപ്പോൾ എത്ര സ്കാൽപ്പിങ്ങാണ് നമ്മൾ ചെയ്യണത് എന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം ചെയ്യണത് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. നിങ്ങൾ ചാടിപ്പിടിച്ച് ഇങ്ങനെ നടക്കൂല. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാർട്ട് നോക്കി പഠിച്ച് തറയേക്കണം. ഇപ്പം ഞാൻ ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾ ഒരിക്കലും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ചെടുക്കാം ഓരോരോ കാര്യങ്ങൾ. നമ്മൾ ആദ്യം ചെറിയ ഒരു സ്കാൽപ്പിങ് പഠിച്ചെടുക്കുക, അതിനുശേഷം അങ്ങനെ പടിപടിയായിട്ട് കയറിയാൽ മതിയെന്നേ. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പടിപടിയായിട്ട് കയറുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നേ പഠിച്ച് പിന്നെ നമുക്ക് ഇപ്പോൾ എല്ലാം ഇങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോറടിയോ ഒന്നും ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, നിങ്ങളെ ലൈവായിട്ട് കാണിച്ചല്ലേ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്കും പറ്റും, നിങ്ങൾ ശ്രമിക്കണം. അല്ലാണ്ട് നമ്മളിപ്പോൾ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അപ്പം തന്നെ കയറിയിട്ട് ട്രേഡ് എടുക്കാൻ പാടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ട്രേഡ് എടുക്കണമെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് വിജയിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ്. അതെന്തുകൊണ്ടാണ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ചെയ്ത് തറവൊക്കെ കാര്യങ്ങൾ പഠിച്ച് എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്മാർട്ട് മണിക്ക് അനുസരിച്ചാണ് പോകുന്നത്. സ്മാർട്ട് മണി എപ്പോൾ മുകളിലേക്ക് പോകുന്നു ആ കൂട്ടത്തിൽ ഞാനും പോകും. അവൻ എപ്പോൾ താഴത്തേക്ക് പോകുന്നു ആ കൂട്ടത്തിൽ ഞാനും പോരും. ഞാൻ പ്രോഫിറ്റാണ്. അത് പഠിച്ചെടുക്കണം നിങ്ങൾ കേട്ടോ. പഠിക്കാണ്ട് ഒരു കാരണവശാലും ചെയ്യരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളോട് ഇത്രയുള്ള നോർത്തിട്ട് പെട്ടെന്ന് കയറിയൊക്കെ നിങ്ങളെടുത്ത പ്രോഫിറ്റ് എല്ലാം പോകും. എനിക്ക് ഉറപ്പാണ്. ഞാൻ നിങ്ങളോട് എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഉറപ്പാണ്. ഞാൻ 20 പോയിൻ്റ് എടുത്ത് പിന്മാറും. ആ 20 പോയിൻ്റ് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ എടുത്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യരുതും. നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഉറപ്പായതിന് ശേഷം മാത്രം എടുക്കണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഫോളോ ചെയ്യണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോഴേ നമുക്കത് വരാനുള്ള ഒരു മനസ്സൊക്കെ വരികയുള്ളൂ. നിങ്ങളുടെ അടുത്തോട്ട് വന്ന് കാണിക്കാൻ, നമ്മളുടെ ചെയ്യുന്നത് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് ചെയ്യാനായിട്ട് തോന്നുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും.